ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ 3 ഓപ്ഷനുണ്ട്. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകുമ്പോൾ ഞാൻ 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ആ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഇട്ട് വയ്ക്കണം. അപ്പോൾ കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് ഞാൻ ചെയ്യുന്നത്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പീൽ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിയായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പോകുന്നു. നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. കുറച്ച് പരന്നതെടുക്കെങ്കിൽ നല്ലത്. ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ടീസ്പൂൺ അരി ഒഴിക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഈ ഒരു കപ്പിൽ 2.5 കപ്പ് ഇതുപോലെ അരച്ച് എടുത്തത് തരിതരിപ്പായിട്ട്. ഒരുപാട് അരഞ്ഞു കൊടുത്തില്ല. ഇതുപോലെ എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. പാല് ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് പാല് ഒഴിക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം.
ഇനി നമുക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുക്കാൽ കപ്പ് ഇടുന്നുണ്ട്. വേണമെങ്കിൽ പിന്നെ ചേർക്കാം. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പാലൊക്കെ കുറച്ച് വറ്റി തുടങ്ങി. ഫ്ലെയിം കുറച്ചിട്ട് അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. കുറച്ച് സമയം എടുത്തു, ഒരു സമയമായിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. നമുക്ക് ഈ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.